ഒരു വർഷം അവസാനിച്ച് പുതിയൊരു വർഷത്തിലേക്ക് ഇന്ന് കാലെടുത്ത് വെക്കുകയാണ്. പരിശുദ്ധമായ മുഹറം മാസം നമ്മളിലേക്ക് ആഗതമാവുകയാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ പുതുവർഷമെന്ന് പറയുന്നത് പരിശുദ്ധമായ മുഹറമാണ്. ആ പരിശുദ്ധമായ മുഹറം മാസത്തിലേക്കാണ് ഇന്നത്തെ അസ്തമാനത്തോടുകൂടി നമ്മൾ എത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ആയുസ്സിൽ വളരെ പ്രാധാന്യമർഹിക്കുന്ന സമയങ്ങളാണ് നമ്മിൽ നിന്ന് കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത്. വളരെ പ്രാധാന്യമർഹിക്കുന്നത് എന്ന് പറഞ്ഞാൽ നാളെ ആഖിറ ലോകത്ത് മഹ്ശറ വൻസഭയിൽ ചെല്ലുമ്പോൾ 4 കാര്യങ്ങളെക്കുറിച്ച് പടച്ചറബ് ചോദിക്കുകയും ആ ചോദ്യത്തിന് കൃത്യമായ വ്യക്തമായ മറുപടി പറഞ്ഞിട്ടല്ലാതെ വെച്ച കാലൊന്ന് പറിച്ചു കുത്താൻ പടച്ചറബ് അനുവാദം തരികയുമില്ല എന്നതിൽ യാതൊരു സംശയവുമില്ല. ഹബീബായ തങ്ങൾ പറഞ്ഞതാണ്. അതിൽ പറയുന്നുണ്ട്, അൻ ഉംരിഹി ഫീമ അഫ്ന. ഒരു മനുഷ്യൻ അള്ളാഹു നൽകിയ ആയുസ് അതെന്തിനു വേണ്ടിയിട്ടാണ്, എന്തിൽ കൊണ്ടുപോയിട്ടാണ് നശിപ്പിച്ചിട്ടുള്ളത് എന്നതിനെക്കുറിച്ച് പടച്ച റബ്ബ് നമ്മളോട് ചോദ്യം ചെയ്യുമെന്നാണ്. അതിന് വ്യക്തമായ മറുപടിയും നമ്മൾ കൊടുത്തേ മതിയാവുകയുള്ളൂ. ആ അവസ്ഥയിലാണ് നാളെ ആഖിറ ലോകത്ത് മഹ്ശറ വൻസഭയിൽ നമ്മൾ ചോദ്യത്തെ നേരിടേണ്ടത്. ഇതെല്ലാം നമുക്ക് പകൽ വെളിച്ചം പോലെ അറിയാമെങ്കിലും ഇതൊന്നും ചിന്തിക്കാതെയുള്ളൊരു മുന്നോട്ട് പോക്കാണ് നമ്മൾ ഓരോരുത്തരും പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് വർത്തമാനകാലത്തെ തലമുറ പോയിക്കൊണ്ടിരിക്കുന്നത്. അള്ളാഹു നമുക്കൊക്കെ നല്ല ബോധവും നല്ല ഈമാനും നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഒരു കവിത കാണാം അറബിയിൽ. വകമ്മിൻ ഫതയുംസി വയുസ്ബിഹു ളാഹിക വഖദ് നൂസിജത് അക്ഫാനുഹു വഹുവ ലാ യദ്രി. എന്താ കവി പറയുന്നത്? എത്രയോ ആളുകൾ, വകമ്മിൻ ഫതൻ, എത്ര യുവാക്കളാണ്, എത്ര യുവതികളാണ്, യുംസി വയുസ്ബിഹു ളാഹിക, അവർ നേരം വെളുപ്പിക്കുന്നു, വൈകുന്നേരമാക്കുന്നു. അവർ രാവിലെ ഉണരുന്നു, രാത്രിയാകുന്നു, വീണ്ടും ഉറങ്ങുന്നു, ഉണരുന്നു. അങ്ങനെ രാവും പകലും ഇങ്ങനെ മാറി മറിയുന്നതിൻ്റെ കൂടെ അവരുടെ ജീവിതം അവരങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ അവർ ഹറാമുകൾ ചെയ്യാനുള്ള അവസരം കിട്ടിയാൽ ഹറാമ് ചെയ്യുന്നുണ്ട്. അതല്ല, പടച്ച റബ്ബിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യാനുള്ള അവസരങ്ങൾ വരുമ്പോൾ അതും അവർ ചെയ്തു കൂട്ടുന്നുണ്ട്. പക്ഷേ ഇങ്ങനെ അവരുടെ ജീവിതം അവർ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഒരു കാര്യം അവർ ചിന്തിക്കുന്നില്ല. വഖദ് നൂസിജത് അക്ഫാനുഹു വഹുവ ലാ യദ്രി. നമ്മൾ ഓരോരുത്തരും ഇങ്ങനെ നടക്കുകയാണ്. നമ്മൾ വാഹനം ഓടിക്കുന്നവരുണ്ട്, നമ്മൾ കടലിൽ പോയി അന്നം തേടുന്നവരുണ്ട്, വിദേശത്തേക്ക് യാത്ര ചെയ്യുന്നവരുണ്ട്, നാട്ടിൽ കൂലിവേല ചെയ്യുന്നവരുണ്ട്. ഏതെല്ലാം മേഖലകളിൽ നമ്മൾ ജോലി ചെയ്യുന്നവരും ജീവിക്കുന്നവരുമാണെങ്കിലും വഖദ് നൂസിജത് അക്ഫാനുഹു വഹുവ ലാ യദ്രി. ഈ സംസാരിക്കുന്ന എനിക്കും എന്നെ കേൾക്കുന്ന നിങ്ങളെയും കഫൻ ചെയ്യാനുള്ള കഫൻ തുണി നെയ്ത് തയ്യാറാക്കിയിട്ട് അലമാറയുടെ ഉള്ളിൽ സൂക്ഷിച്ചിട്ടുണ്ട് എന്ന വിവരം അവർ ചിന്തിക്കുന്നില്ല. റഷീദ് ഫൈലിയുടെ മരണത്തെക്കുറിച്ച് നിങ്ങൾ അറിഞ്ഞാൽ, അന്നൊരു കോട്ടൺ മില്ലിൽ പോയിട്ട് അദ്ദേഹത്തെ കഫൻ ചെയ്യാനുള്ള തുണി നെയ്തുണ്ടാക്കി കൊണ്ടുവന്നിട്ടല്ലല്ലോ കഫൻ ചെയ്യുന്നത്. നമ്മുടെ നാട്ടിൻ പുറത്തുള്ള ഏതെങ്കിലും ഒരു ഷോപ്പിൽ ചെന്നിട്ട് നമ്മൾ തുണി വാങ്ങി കൊണ്ടുവരികയാണ്. ആ തുണി എത്രയോ മാസങ്ങൾക്കും ദിവസങ്ങൾക്കും വർഷങ്ങൾക്കും മുന്നേ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇതെല്ലാം നമ്മളൊന്ന് ചിന്തിക്കൽ നല്ലതാണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ആയുസ് അത്രമേൽ പ്രാധാന്യമർഹിക്കുന്നതാണ്. ആ ആയുസ്സിൻ്റെ നിലയും വിലയും ഏറുന്നത് അത് അല്ലാഹു പൊരുത്തപ്പെട്ട മാർഗത്തിലാണോ നമ്മൾ ചിലവഴിക്കുന്നത് എങ്കിലാണ്. പിശാചിനോട് എതിരിട്ടുകൊണ്ട് അവൻ്റെ ശത്രുവായി ജീവിച്ച് മരിക്കണം. ആരുടെ ശത്രു? പിശാചിൻ്റെ ശത്രുവാവണം. പിശാചിൻ്റെ വലിയ ചങ്ങായിയായാൽ പറ്റൂല. പിശാചിന് എപ്പോഴും നമ്മളോട് ശത്രുത ഉണ്ടാവണം. അപ്പോഴേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ? രക്ഷപ്പെടുള്ളൂ. പിശാചിൻ്റെ സുഹൃത്തായി മാറിക്കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ ദുനിയാവും നഷ്ടപ്പെടും, പിന്നെ ആഖിറവും നഷ്ടപ്പെടും.
അങ്ങനെയുള്ള ആളുകളാണ് നാളെ ആഖിറ ലോകത്ത് മീസാൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ മുഫ്ലിസ് എന്ന് പറയുന്നൊരു വിഭാഗം ആൾക്കാർ, നയാ പൈസ ഇല്ലാത്ത ആൾക്കാരെ പറ്റി നമ്മൾ പറയില്ലേ, എന്ന പോലൊരു വിഭാഗം ആളുകൾ നാളെ നന്മ തിന്മകൾ തൂക്കപ്പെടുന്ന മീസാന്റെ ചാരയുണ്ടാകും. അവരിൽ ഒരു നന്മയുടെ കണിക പോലും അവശേഷിക്കില്ല. അല്ലാഹുവേ ഞങ്ങളെ കാക്കണേ അല്ലാ. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മളെല്ലാവരും ഈ ലോകത്തെ ജീവിതം അവസാനിപ്പിച്ച് മറ്റൊരു ലോകത്തേക്ക് സഞ്ചരിക്കേണ്ടവരാണ്. ആ കവിയുടെ വാക്കുകൾ എത്ര അർത്ഥവത്താണ്. അതിനെക്കുറിച്ചൊന്ന് ഭക്ഷണം കഴിച്ചൊഴിഞ്ഞിരിക്കുമ്പോൾ ഒന്ന് ചിന്തിച്ച് നോക്കണേ. എത്ര ആളുകളാണ് എത്ര ആളുകളാണ് അവർ നേരം വെളുപ്പിക്കുന്നു, വൈകുന്നേരമാക്കുന്നു, വീണ്ടും നേരം വെളുപ്പിക്കുന്നു, വീണ്ടും വൈകുന്നേരമാക്കുന്നു, ഇടയിൽ ചെയ്യാനുള്ളതെല്ലാം ചെയ്യുന്നു, പോകേണ്ട ഇടങ്ങളിലെല്ലാം നമ്മൾ സഞ്ചരിക്കുന്നു. പക്ഷേ ഒരു പക്ഷേ നമ്മുടെ അങ്ങാടിയിലോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും പരിസരത്തുള്ള അങ്ങാടിയുടെയോ ഒരു തുണിക്കടയുടെ മുന്നിലൂടെ നമ്മൾ വാഹനത്തിൽ പോയിട്ടുണ്ടാകും, അതല്ലെങ്കിൽ നമ്മൾ നടന്നുകൊണ്ട് പോയിട്ടുണ്ടാകും. പക്ഷേ നമ്മളറിയില്ല നമ്മെ കഫൻ ചെയ്യാനുള്ള തുണി ആ കടയിൽ നിന്നാണ് വാങ്ങിക്കേണ്ടി വരിക എന്ന്. നമ്മളതിനെക്കുറിച്ച് ചിന്തിക്കാറുമില്ല. അള്ളാഹു ഏത് സമയത്താണ് നമ്മുടെ മരണമെങ്കിലും അള്ളാഹു നമുക്ക് ഈമാൻ സലാമത്താക്കട്ടെ. മഹാന്മാരെങ്ങനെയാണോ ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞതെങ്കിൽ അങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു മരിക്കാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം തരട്ടെ. ഈ അടുത്ത് മരണപ്പെട്ട വഫാത്തായ ബഹുമാന്യനായ ശൈഖുനാ മാണിയൂർ ഉസ്താദ് വലിയ 2 പേപ്പറുകളിൽ അവിടത്തെയുടെ വസിയ്യത്ത് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അവിടത്തെയുടെ ലെറ്റർ പേഡിൽ അവിടത്തെയുടെ വസിയ്യത്ത് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. എന്നെ മറവ് ചെയ്യേണ്ടത് ഇന്ന സ്ഥലത്താണ്, എൻ്റെ ഖബർ ഇത്രയേ കുഴിക്കാവൂ, ആ പരിധി എത്തിക്കഴിഞ്ഞാൽ ഒരു 2 കല്ലിൻ്റെ ആഴം കൂടി കുഴിക്കാം, അതിനപ്പുറത്തേക്ക് കുഴിക്കരുത്, അതിലൂടെ ദുർജലങ്ങളുടെ സഞ്ചാരമുണ്ട്. മാത്രമല്ല എൻ്റെ കിതാബുകൾ ഇന്ന രീതിയിൽ ഇന്ന സ്ഥലങ്ങളിൽ എത്തിക്കേണ്ടതുണ്ട്. ഞാൻ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളുടെ എല്ലാം വിഷയങ്ങളും എൻ്റെ മക്കളാകുന്ന ബഷീറിൻ്റെ അഥവാ അഹമ്മദ് ബഷീർ എന്ന് പറയുന്ന ഉസ്താദിൻ്റെ മകനും ഞാനും ജാമിയ നൂരിയയിൽ ഒരേ വർഷം ഫൈസി ബിരുദത്തിന് പഠിച്ച ആളുകളാണ്. ആ മകനെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇതെല്ലാം തുടങ്ങിയ ഒരു വലിയ വസിയത്ത് തൻ്റെ ലെറ്റർ പേഡിൽ ആധികാരികമായി രേഖപ്പെടുത്തി വെച്ചിട്ടാണ് അവർ പോയത്. അങ്ങനെയുള്ള മരണം അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യട്ടെ. കാരണം അവരങ്ങനെ ജീവിച്ചവരാണ്. അങ്ങനെ മഹത്തുക്കളാകുന്ന എത്രയോ ആളുകളുണ്ട്. അതുകൊണ്ടാണ് സഹോദരങ്ങളെ, അങ്ങനത്തെ ഒരു ജീവിതം നമുക്ക് സാധ്യമല്ലെങ്കിലും അതിലേക്കൊന്ന് എത്തി നോക്കാനുള്ള പരിശ്രമം നമ്മളെ കൊണ്ട് സാധ്യമാണ്. അതിന് നമ്മൾ പിശാചിൻ്റെ ശത്രുവാവണം. പിശാചിൻ്റെ കൂട്ടുകാരനായി പിശാചിൻ്റെ കണിവലയിൽ അവൻ്റെ തോളുരുമ്മി നടക്കുന്നൊരു സാഹചര്യം ഉണ്ടാകരുത്. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ അതാ ഒരിക്കൽ ഇബ്ലീസ് വരികയാണ്. എങ്ങനെയാണ് വരുന്നത്? ഒരു പണ്ഡിതൻ്റെ വേഷത്തിൽ, നല്ലൊരു ഉസ്താദിൻ്റെ രൂപത്തിൽ, നല്ലൊരു ഉസ്താദിൻ്റെ രൂപത്തിൽ വന്നിട്ട് ഇബ്ലീസ് ഹബീബായ മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ വരികയാണ്. എന്നിട്ടോ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ഇബ്ലീസും തമ്മിൽ കുറേ കാര്യങ്ങൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുകയാണ്. ഒരുപാട് കാര്യങ്ങൾ മുസ്തഫായ നബി തങ്ങൾ ഇബ്ലീസിനോട്, ഇബ്ലീസ് തിരിച്ച് ഇങ്ങോട്ട് മറുപടി. ഇങ്ങനെയുള്ളൊരു അവസ്ഥ വന്നപ്പോൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇബ്ലീസ് മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ വന്നപ്പോൾ ഹബീബായ തങ്ങൾ ചോദിച്ചു, മന്നന്ത, ആരുടെ രൂപത്തിലാണ് വന്നത്? പള്ളിക്കല ഖത്തീബിനെക്കാട്ടി ഉഷാറായിട്ടാണ് വന്നത്. നല്ല അടിപൊളി വെള്ളത്തുണി കുപ്പായൊക്കെ ഇട്ട് തലയെക്കെട്ടൊക്കെ കെട്ടി സൂപ്പറായിട്ടൊരു തസ്ബീഹ്മാലും കയ്യിലുണ്ട്. ഇങ്ങനത്തെ ഒരു രൂപത്തിൽ ഇബ്ലീസ് അള്ളാഹിൻ്റെ ഹബീബിൻ്റെ അടുക്കൽ വന്നപ്പോൾ അവിടെ നിന്ന് ചോദിച്ചു, മന്നന്ത, നീ ആരാണ്? അവിടെ നിന്ന് പറഞ്ഞു, അന ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി, ഞാൻ ഇബ്ലീസാണ്. എന്താ ഉഷാറല്ലേ, ഞാൻ ഇബ്ലീസാണ്. എന്നിട്ടോ മുസ്തഫായ നബി തങ്ങൾ വീണ്ടും ചോദിച്ചു, ലിമാദാ ജിഅത, ആയിക്കോട്ടെ, എനിക്ക് തർക്കമൊന്നുമില്ല, എന്തേ ഈ വന്നത്? എൻ്റെ അടുക്കലേക്ക് എന്താ വന്നത്? ഇബ്ലീസ് പറഞ്ഞു, അല്ലാഹ് എന്നോട് പറഞ്ഞിട്ടുണ്ട് അങ്ങയുടെ അടുക്കൽ വരാനും അങ്ങ് ചോദിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം എന്തൊക്കെ നിങ്ങൾ ചോദിച്ചാലും അതിന് ഉത്തരം തരാനും അല്ലാഹ് എന്നോട് പറഞ്ഞിട്ടുണ്ട്.
അള്ളാൻ്റെ ഹബീബിനോട് ഇബ്ലീസ് പറയാണ്, നിങ്ങൾക്ക് കുറച്ച് സംശയങ്ങളൊക്കെ ഉണ്ട്, അത് പറഞ്ഞു തരാൻ അള്ളാഹ് എന്നെ പറഞ്ഞയച്ചതാണ്. ശരിയാണോ? മലക്കുകളുടെ ഉസ്താദായിരുന്നു ആര്? ഇബ്ലീസ്. ലൗ കാന ലിൽ ഇൽമി മിൻ ദൂനി തുഖാ ശറഫു ലകാന അഫ്ളലു ഖൽഖില്ലാഹി ഇബ്ലീസ. ഇൽമിൻ്റെ കൂടെ തഖ്വ എന്ന് പറയുന്നൊരു സംഭവം ഇല്ല എങ്കിൽ ലോകത്തെ ഏറ്റവും വലിയ കാളി ആരാവുമായിരുന്നു? ഇബ്ലീസ് ആവുമായിരുന്നു. തഖ്വ ഉണ്ടോ? തഖ്വ എന്ന് പറഞ്ഞാൽ അത് രഹസ്യത്തിലും പരസ്യത്തിലും ഒക്കെ വേണം. നമ്മുടെ ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും തഖ്വ വേണം. ഇപ്പോൾ ഞാനിവിടെ ഖുത്ബ ഓതുന്ന ആളാണ്. ഞാൻ ഈ ഖുത്ബൻ്റെ സമയത്ത് ഒരു ട്രൗസർ ഇട്ട് ടീഷർട്ടൊക്കെ ഇട്ടിട്ട് അവിടെ പോയിരുന്നാൽ എന്തേക്കാരവസ്ഥ? നടക്കുമോ? നടക്കൂല. അല്ലെങ്കിൽ ആ വേഷം ധരിച്ച് മിമ്പർമൊക്കെ ഉണ്ടെന്നാൽ മിമ്പർമ കയറാൻ നിങ്ങൾ അനുവദിക്കുമോ? അനുവദിക്കൂല. ഞങ്ങളുടെ നാട്ടിൽ അതിന് പറ്റിയ ആൺകുട്ടികൾ നിങ്ങൾ ഇറങ്ങിക്കളിയേറി. അപ്പോൾ എന്തൊക്കെ നിങ്ങൾ ചോദിക്കുന്നുവോ ആ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം തരാൻ അള്ളാഹു എന്നെ പറഞ്ഞയച്ചതാണ്. ഹബീബായ മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. ഇബ്ലീസിനോട് ചോദിച്ചു, യാ ഇബ്ലീസ് കം അഅദാഉക മിൻ ഉമ്മത്തി. അത് ശരി, അള്ളാഹ്ന്റെ സംശയം തീർക്കാൻ എന്നെ പറഞ്ഞയച്ചാണല്ലേ? എന്നാ പറഞ്ഞോണ്ടാ, എൻ്റെ ഉമ്മത്തിൽപ്പെട്ട നിന്റെ ശത്രുക്കൾ ആരെല്ലാമാണ്? എൻ്റെ സമുദായത്തിൽപ്പെട്ട നിന്റെ ശത്രുക്കൾ ഉണ്ടാവുമല്ലോ, അതാരൊക്കെയാണ് എന്ന് ചോദിച്ചപ്പോൾ ഇബ്ലീസ് പറയുകയാണ്, മുത്തുനബിയെ, ഒരാളോ രണ്ടാളോ അല്ല. എൻ്റെ ശത്രുക്കൾ, നിങ്ങളുടെ സമുദായത്തിൽ നിന്ന് എൻ്റെ ശത്രുക്കൾ ഒരാളോ രണ്ടാളോ അല്ല. പിന്നെയോ 15 ആളുകളാണ് നിങ്ങളുടെ ഉമ്മത്തിൽ നിന്ന് എൻ്റെ ഏറ്റവും വലിയ ശത്രുക്കൾ. ഒന്നാമത്തെ ആളാരാണെന്ന് ആകാംക്ഷയോടെ മുത്തുനബി ഇബ്ലീസിനോട് ചോദിച്ചപ്പോൾ ഇബ്ലീസ് മുസ്തഫ നബി തങ്ങളുടെ മുഖത്ത് നോക്കിയിട്ട് പറയുകയാണ്, എൻ്റെ ഏറ്റവും വലിയ ഒന്നാമത്തെ ശത്രു അന്തയാ മുഹമ്മദ്, മുഹമ്മദേ നീ തന്നെയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മുസ്തഫ നബി തങ്ങൾ വലിയ ആകാംക്ഷയോടെ ചോദിക്കാണ്. 15 ആൾക്കാരുണ്ടെന്ന് പറഞ്ഞല്ലോ, ഒന്ന് പറഞ്ഞാട്ടി കാണിന്ന്. ആദ്യം പറഞ്ഞത് അന്തയാ മുഹമ്മദ്, മുഹമ്മദ് നബിയെ, എൻ്റെ ഏറ്റവും വലിയ ശത്രു നിങ്ങളാണ്. രണ്ടാമത്തെ വിഭാഗമാരാണ്? ഇമാമുൻ ആദിൽ, നീതിമാനായ ഭരണാധികാരിയാണ്. നീതിമാനായ ഭരണാധികാരിയാണ്. അത് ഭരണാധികാരി എന്ന് പറഞ്ഞാൽ ഒരു നാട്ടിലെ രാജാവ് എന്നതിൽ മാത്രം ഒതുങ്ങണ്ട. ഒരു നാട്ടിലെ കാരണവരായി, അതല്ലെങ്കിൽ പള്ളി, മദ്രസ, ദീനി സ്ഥാപനങ്ങൾ, ഇതിൻ്റെയൊക്കെ അമരത്തിരിക്കുന്ന ആളുകളൊക്കെ ഇമാമാണ്. അപ്പോൾ എല്ലാവർക്കും സെക്രട്ടറി ആവണം, എല്ലാവർക്കും പ്രസിഡന്റ് ആവണം, അത് നടക്കൂല. ഒരു മെമ്പർ ആണെങ്കിൽ പോലും റബ്ബിൻ്റെ കോടതിയിലും സമാധാനം പറയേണ്ടി വരും. കാരണം അവനെ ആളുകൾ ഏൽപ്പിച്ച ഉത്തരവാദിത്വം അത് ചില്ലറ ഉത്തരവാദിത്തമല്ല. മഹാന്മാരൊരു സ്ഥാനത്തേക്ക് നിയമിക്കപ്പെടുമ്പോൾ അവരെന്ത് പറയുമായിരുന്നു? അസ്തഗ്ഫിറുല്ലാഹ്. എന്താ പറയാ? അസ്തഗ്ഫിറുല്ലാഹ്. നമ്മൾ അധികാരത്തിന് വേണ്ടി മണ്ടിപ്പായാണ്. പക്ഷെ മുസ്തഫ നബി തങ്ങൾ 1600 കൊല്ലം മുമ്പ് അറഫയുടെ മലമുകളിൽ വെച്ച് അവസാനത്തെ ഹജ്ജത്തുൽ വിദാ നടക്കുമ്പോൾ അവിടെ സ്വഹാബത്തിനോട് പറഞ്ഞു, സ്വഹാബ ലാ തസ്അലിൽ ഇമാറത, അധികാരത്തെ ചോദിച്ചു വാങ്ങരുത്, അധികാരത്തെ ചോദിച്ചു വാങ്ങരുത്. ബാക്കി നിങ്ങളോട് ചിന്തിച്ചാൽ മതി. മൂന്നാമത്തത് വസാലിസു ഗനിയുൻ മുതവാളിഅ. മൂന്നാമത് ഇബ്ലീസിന്റെ ശത്രു നല്ല താഴ്മയുള്ള വിനയമുള്ള മുതലാളി. അതുണ്ടാവാൻ കുറച്ച് പണിയാണ്. കാരണം മുതലുണ്ടെങ്കിൽ അവൻ്റെ കയ്യിലുണ്ടെങ്കിൽ എന്ത് ചെയ്യും? അവൻ്റെ സംസാരത്തിലും അവൻ്റെ പ്രവർത്തനത്തിലും അവൻ്റെ സ്വകാര്യതയിൽ പോലും ഒരല്പം അഹങ്കാരം അവൻ്റെ കൂടെ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. അള്ളാഹു നമ്മളെല്ലാവരും കാക്കട്ടെ. നമ്മളെല്ലാവരും മുതലാളിമാരാണ് അല്ലേ? പൊന്നാര ഉസ്താദെ, മാസങ്ങളായി മീൻ കിട്ടിയിട്ട് നിങ്ങൾക്ക് പറയണമെന്നുണ്ടാവും. നമ്മളെല്ലാവരും മുതലാളിമാരാണ്. ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ പറഞ്ഞതുപോലെ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക എന്ന കനാഅത്ത് എന്നൊരു ക്യാപ്സൂള് നമ്മൾ കഴിക്കുകയാണെങ്കിൽ നമ്മൾ മുതലാളിയാണ്. 1,00,000 റുപ്യ ഞങ്ങളെ കയ്യിലുണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ വെറും 10 രൂപയേ ഉള്ളൂ എങ്കിൽ ഞാൻ ചിന്തിക്കുകയാണ്, പടച്ചോനെ മൂപ്പരൊക്കെ അത് ഉണ്ടെങ്കിൽ ഉണ്ടായിക്കോട്ടെ, അൽഹംദുലില്ലാഹ് എനിക്കിത് മതി, അള്ളാഹുദിൽ ബറക്കത്ത് ചെയ്യുകയാണെങ്കിൽ. ആ ചിന്തയുണ്ടായാൽ 1,00,000 രൂപ കയ്യിലുള്ളവനും വെറും 10 രൂപ കയ്യിലുള്ളവനും സമമാണ്. അപ്പം ഞങ്ങൾ രണ്ടാളും എന്തായി?
മുതലാളിമാരായി. അള്ളാഹു നമുക്ക് ഹലാലായ സമ്പത്തിൻ്റെ വഴി തുറന്നു തരട്ടെ. ഹറാമുകളൊക്കെ കലർത്തി കൂട്ടിയിട്ടുള്ള സമ്പാദ്യങ്ങളൊക്കെ അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കി തരട്ടെ. അപ്പോൾ വിനയമുള്ള മുതലാളി പിശാചിൻ്റെ മൂന്നാമത്തെ ശത്രുവാണ്. ഒന്നാമത്തത് മുസ്തഫായ നബി തങ്ങൾ, രണ്ടാമത്തതോ നീതിമാനായ ഭരണാധികാരി, മൂന്നാമത്തത് വിനയാന്വിതനായ മുതലാളി ഗനിയുൻ മുതവാദിഉൻ, നാലാമത്തത് താജിറുൻ സാദിഖുൻ, സത്യസന്ധനായ കച്ചവടക്കാരൻ. സത്യസന്ധനായ കച്ചവടക്കാരൻ. കച്ചവടമെന്ന് പറയുന്ന സംഭവം ഒരുപാട് പ്രശ്നങ്ങൾ വന്ന് ചേരാനുള്ള സാധ്യതകൾ കൂടുതലുള്ളൊരു സംഭവമാണ്. അതുകൊണ്ടാണല്ലോ അള്ളാഹുവിൻ്റെ ഖുർആൻ പറഞ്ഞത് അഹല്ലല്ലാഹുൽ ബൈഅ വഹറമർ റിബ. കച്ചവടം നിങ്ങൾക്ക് നോക്കണവരൊക്കെ കച്ചവടക്കാരാണ്. അഹല്ലല്ലാഹുൽ ബൈഅ വഹറമർ റിബ. കച്ചവടത്തെ അള്ളാഹ് നിങ്ങൾക്ക് അനുവദിച്ചു തന്നിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ കൂടെ കൂട്ടി പറഞ്ഞതോ വഹറമർ റിബ, പലിശ നിങ്ങൾക്ക് ഹറാമാക്കിയിട്ടുണ്ട്. അപ്പം നമ്മൾ ചിന്തിക്കും, എന്ത് കച്ചവടം പലിശയും തമ്മിൽ എന്താ ബന്ധം? അപ്പം നമ്മൾ മനസ്സിലാക്കിയ ഒരാൾക്കൊരു 10,000 കൊടുത്ത് ഓൻ്റെ ഇരുന്നൊരു 12,000 വാങ്ങലല്ല പലിശ. അതല്ല പലിശ എന്നല്ല, അത് മാത്രമല്ല പലിശ. ഈ പലിശ എന്ന് പറയുന്നത് ഒരു വസ്തു 80 രൂപക്ക് മാർക്കറ്റിൽ നിന്ന് നമ്മുടെ സ്ഥാപനത്തിൽ എത്തുന്ന വസ്തു നമ്മുടെ ചെലവുകൾ കഴിച്ച് നമ്മുടെ കാര്യങ്ങളൊക്കെ കഴിച്ച് ഏകദേശം നാട്ടുനടപ്പനുസരിച്ച് അത് 90 രൂപക്ക് വിറ്റാലും ഈ കച്ചവടക്കാരന് വലിയ പ്രശ്നം ബാധിക്കില്ല എങ്കിൽ അത് 100 രൂപക്ക് വിൽക്കപ്പെടുമ്പോൾ അതിലെ 10 എന്താണ്? അത് പലിശയാണ്. ഇനിയിപ്പോൾ ഒന്ന് ചോറൊന്നും വല്ലാതെ വേണ്ടി വരില്ല എല്ലാവർക്കും. അപ്പം അത് നല്ല മനസ്സിലാക്കണം. അതുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ ഖുർആൻ പറഞ്ഞത് അഹല്ലല്ലാഹുൽ ബൈഅ വഹറമർ റിബ. നോക്കാൻ നിങ്ങൾ അതിൻ്റെ ശേഷം എന്തെല്ലാം പറയാണ്ട് അല്ലേ? പക്ഷെ ഈ കച്ചവടത്തെ അനുവദിച്ചു തന്നു എന്ന് പറഞ്ഞതിൻ്റെ കൂടെ തന്നെ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആൻ പറയാൻ അള്ളാഹു പറഞ്ഞത് വഹറമർ റിബ, പലിശയെ ഞാൻ നിങ്ങൾക്ക് ഹറാമാക്കിയിട്ടുണ്ട്. അപ്പോൾ പിശാചിന് ഏറ്റവും വലിയ ശത്രുത ഉണ്ടാവും ആരോട്? നല്ല കൃത്യമായി അളന്ന് തൂക്കി കച്ചവടം ചെയ്യുന്ന മാന്യമായ കച്ചവടം നടത്തുന്ന ആളുകളോട് ഭയങ്കര വെറുപ്പീകാരം. ആർക്ക്? ഇബ്ലീസിന്. ഇബ്ലീസിന്റെ ശത്രുക്കളിൽ 3-ാം സ്ഥാനത്താണ് ആര് നിൽക്കുന്നത്? താജിറുൻ സാദിഖ്, നല്ല സത്യസന്ധനായ കച്ചവടക്കാരൻ. മാത്രമല്ല 5-ാമത്തെ ഇബ്ലീസിന്റെ ശത്രുവാരാണ്? ആലിമുൻ മുസല്ലിൻ യതഖശഉ, നല്ല ആത്മാർത്ഥതയോടെ ഭയഭക്തിയോടുകൂടെ നിസ്കരിക്കുന്ന ഒരു പണ്ഡിതൻ. ആ പണ്ഡിതൻ ഇബ്ലീസിന്റെ ഏറ്റവും വലിയ ശത്രുവാണ്. ഇപ്പം നമ്മളെവിടെയുള്ളത് നിങ്ങൾ ഇതിൻ്റെ കൂടെ ചിന്തിച്ച് വരണം കേട്ടോ. എൻ്റെ ഒപ്പം ഈ ഓരോ സംഗതികൾ പറയുമ്പോഴും ഞാൻ ആ വിഷയത്തിൽ എവിടെയാണുള്ളത് എന്ന് നമ്മൾ ഓരോരുത്തരും എന്ത് ചെയ്യണം? ചിന്തിക്കണം. ഇബ്ലീസിനോട് എപ്പോഴും നമ്മൾ എന്ത് ചെയ്യരുത്? കൂട്ടുകൂടരുത്. കാരണം ഇബ്ലീസ് നന്മയിൽ നിന്ന് നമ്മെ പരമാവധി എന്ത് ചെയ്യാൻ തോന്നിക്കും? പിന്തിരിപ്പിക്കാനാണ് ശ്രമിക്കുക. അത് പല രീതിയിലായിരിക്കാം. ഏത് സംഗതികൾ ചെയ്യുകയാണെങ്കിലും ഇതുകൊണ്ട് എൻ്റെ പാരത്രികമായ നേട്ടം എന്താണ്? അപ്പോൾ ഇതുകൊണ്ട് നമ്മുടെ പാരത്രിക നേട്ടം എന്താണ് എന്നതിനെക്കുറിച്ച് നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം? ചിന്തിക്കണം. നമ്മളിപ്പോൾ ഇത് പറയാനോ കേൾക്കാനോ ഒന്നും നമുക്കാർക്കും സമയമില്ല. ചിലപ്പോൾ നിങ്ങൾ ഇരിക്കണവരെന്നെ ചിലപ്പം ഇതൊന്ന് നിർത്തി കിട്ടിയെങ്കിൽ എന്നൊക്കെ നിങ്ങൾക്ക് തോന്നും. പക്ഷെ ഇതൊക്കെ നിങ്ങൾക്ക് ഞാനല്ലാതെ ആരെഞ്ഞ് പറഞ്ഞുതരിക? അങ്ങനെ ഒരു വിഷയത്തിൻ്റെ പിന്നിലുണ്ടല്ലോ. അപ്പോൾ ഈ പിശാചിൻ്റെ ശത്രുവാകണം നമ്മൾ. പിശാചി നമ്മളോട് പറയും, ഇശാവ് ബാങ്ക് കൊടുത്തു, ഇനിയിപ്പോൾ ഹദ്ദാദ് കയ്യാൻ നേരത്താണ്ട് ചെന്നാൽ മതി. ചില ആളുകളൊക്കെ ഇങ്ങനെ വരണതും പോണതും കാണുമ്പോൾ ഞാനൊരു പൊട്ടനാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഞാനോട് പറയണം, മൊത്തത്തിൽ പറയണം, ഞാനൊരു പൊട്ടനാണ് നിങ്ങൾ ആരും എന്ത് ചെയ്യണ്ട, കരുതണ്ട. ഓരോ പൾസുകളും ഞാൻ വ്യക്തമായി നോക്കി മനസ്സിലാക്കിയിട്ടാണ് എന്ത് ചെയ്യണത്, ഞാൻ മുന്നോട്ട് പോണത്. അതൊക്കെ നല്ല ശ്രദ്ധിക്കണം. മഹാനായ അബ്ദുല്ലാഹിൽ ഹദ്ദാദ് റളിയല്ലാഹു തആല അൻഹു മോശക്കാരന. ഹദ്ദാദിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഓരോ ദിക്റുകളും അത് ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ട ഹദീസിൽ വാരിതായ ദിക്റുകളാണ്. അതിൽ നിന്ന് തിരഞ്ഞെടുത്തിട്ടാണ് എന്ത് ചെയ്തത്? ഒരു പ്രത്യേകമായൊരു മൗലിദ് പോലൊരു ഹദ്ദാദ് റാത്തീബ് ആരുണ്ടാക്കിയത്? ഹദ്ദാദ് റളിയല്ലാഹു അൻഹു ഉണ്ടാക്കിയത്. അപ്പം നമ്മക്കത് പോരാ. അപ്പം നമ്മൾ അബ്ദുല്ലാഹിൽ ഹദ്ദാദിനെക്കാളും മേലെ, നമ്മൾ മൂപ്പര മൂത്താപ്പ. ചില ഇബ്ലീസ് നമ്മളെ നല്ലോണം ഊരക്ക് കയറിട്ട് വലിക്കും. ചില ആൾക്കാർ നമ്മളിത് ശ്രദ്ധിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിയാൽ എന്ത് ചെയ്യും? പറഞ്ഞ് അവസാനം ഇശാവ് ബാങ്ക് കൊടുത്താണ്ട് പോരും. അപ്പോൾ ഒരു മൂത്രവാർച്ചുള്ള ആൾക്കാരായി പാത്യ തീരൂല, ഒന്നെടുത്താൽ തീരൂല. അപ്പോൾ ഓരോ വിശ്വാസം ഇട്ട് തീരില്ല. 3 വട്ടം കാലൊക്കെ കണ്ടെടുത്ത് 9 വട്ടം ഒരു കേൾക്കും. കാരണം എന്താ? അത് കുറച്ചും കൂടി ആയിക്കോട്ടെ.
അപ്പോൾ ഇതൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പരമാവധി എന്ത് ചെയ്യുക, ഓരോരുത്തരും ശ്രദ്ധിക്കുക. ഇത് ഇവിടുത്തെ ഹദ്ദാദിലോ സ്വലാത്തിലോ അല്ലെങ്കിൽ മറ്റൊന്നുമല്ല, നമ്മുടെ സ്വകാര്യമായ ജീവിതത്തിൽ. ഇതൊരു റഷീദ് വൈസിയും റാത്തീബ് പള്ളിയും മാത്രമല്ല, എൻ്റെ ജീവിതം പടച്ചോനത് പച്ച പിടിക്കണം എന്ന്. എന്നിട്ട് ഇതിനൊന്നും നമുക്ക് നേരമില്ല. അതിരിങ്ങളാ, എൻ്റെ കുട്ടിക്ക് ശമ്പളമല്ല, ഒലക്കട മൂടിട്ടു നിങ്ങൾക്ക്. ഞങ്ങൾക്ക് മീനുമായിട്ട് മീനില്ല. നമ്മൾ ആദ്യം ചില കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അള്ളാഹു അവൻ്റെ റഹ്മത്തിൻ്റെയും ബറക്കത്തിൻ്റെയും വാതിൽ നമ്മളെ മുന്നിലേക്ക് തുറന്നു തരും. അപ്പോൾ അഞ്ചാമത്തത് ആലിമുൻ മുസല്ലിൻ യതഖശഉ, നല്ല ഭയഭക്തിയോടുകൂടി നിസ്കരിക്കുന്ന പണ്ഡിതൻ ഇബ്ലീസിൻ്റെ അഞ്ചാമത്തെ ശത്രുവാണ്. ആറാമത്തത് മുഅ്മിനുൻ നാസിഹുൻ, അപ്പോൾ ഞാനൊക്കെ കയ്യിലുണ്ടാവും. അഥവാ ആളുകൾക്ക് നന്മ പറഞ്ഞു കൊടുക്കുന്നൊരു സത്യവിശ്വാസി. അള്ളാഹു സത്യവിശ്വാസികളിൽ പെടുത്തി തരട്ടെ, നമുക്ക് ഉറപ്പിക്കാനൊന്നും പറ്റൂല. പക്ഷെ ആ മുഅ്മിൻ്റെ ശേഷം പറഞ്ഞത് ഞാൻ ചെയ്യുന്നുണ്ട്. എന്ത്? ആളുകൾക്ക് നല്ലത് പറഞ്ഞു കൊടുക്കുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് എന്നോട് ദേഷ്യം ഉണ്ടാവും നിൽക്കാറിയാം, പക്ഷേ എനിക്ക് സ്നേഹമാണങ്ങളോട്. അപ്പോൾ ആലിമുൻ മുഅ്മിനുൻ നാസിഹുൻ, ഒരു മനുഷ്യനിക്ക് നന്മ പറഞ്ഞു കൊടുക്കുന്നൊരു സത്യവിശ്വാസി. അവനെ ഇബ്ലീസിനെ കണ്ടൂടാ, അവനെ ഇബ്ലീസിനെ കണ്ടൂടാ. അതുപോലെ തന്നെ ഏഴാമത്തത് മുഅ്മിനുൻ റഹീമുൻ, കാരുണ്യവാനായ സത്യവിശ്വാസി. അഥവാ ഒരു പ്രയാസം ഉണ്ടെന്ന് ഒരാൾക്ക് തോന്നിക്കഴിഞ്ഞാൽ അവനെ ആ പ്രയാസത്തിൽ എങ്ങനെയൊക്കെ സഹായിക്കാൻ പറ്റുമോ അതല്ല ഒന്ന് കൂടെ നിന്ന് കൊടുത്തിട്ടാണെങ്കിലും അവനക്കതൊരു തുണയാകുമെങ്കിൽ അങ്ങനെ വരെ ചെയ്യാനുള്ളൊരു മനസ്ഥിതി, അതാണ് കരുണ എന്ന് പറയുന്നത്. നമ്മളൊക്കെ അധികം ആളുകളും ഈ ഇങ്ങനെ സഞ്ചരിക്കുന്നതിൻ്റെ ഇടയിൽ എന്ത് കാഴ്ച കണ്ടാലും അതിനെ കൗതുകത്തോടെ കാണാൻ ഇഷ്ടപ്പെടുന്നവരാണ്. ഒരു നമ്മളിങ്ങനെ വഴിയിലൂടെ പോകുമ്പോൾ ഒരു പശു അല്ലെങ്കിൽ ഒരു ആട് കയറ് ചുറ്റിയിട്ട് അതിൻ്റെ കാലെടുക്കാൻ കിട്ടാതെ വളരെ പ്രയാസപ്പെടുന്നുണ്ട്. നല്ല ഒരു ശതമാനം ആളുകൾ എന്ത് ചെയ്യുമെന്നറിയോ, അത് പോയിട്ട് വേറൊരുത്തി കൊടുക്കും. മറ്റൊരു ശതമാനം ആളുകൾ എന്താ പറയുക, അത് പാത്തുമ്മൂൻ്റെ ആടാണ്. എന്നിട്ട് പാത്തുമ്മൂൻ്റെ ആയിക്കൂടെ വീട്ടിൻ്റെ മുമ്പിൽ കൂടെ പോകുമ്പോൾ ഒന്ന് നോക്കും പാത്തുമ്മ അവിടെ ഉണ്ടോന്ന്. അവിടെ ഇല്ലാതെ മൂപ്പര് പണിയാക്കിയാണ്ട് പോവുകയും ചെയ്യും. എന്നാൽ മൂപ്പരൊക്കെ ഒന്ന് തിരിച്ചു വന്നത് ചെയ്യാം, പക്ഷെ എന്ത് ചെയ്യൂല. എല്ലാവരും അങ്ങനെയാണ് എന്നല്ല. അപ്പോൾ കരുണ എന്ന് പറയുന്നത് ആ ഭൂമിയിലുള്ളവരോട് ഇർഹമു മൻ ഫിൽ അർളി യർഹമുക്കും മൻ ഫിസ് സമാ, ഭൂമിയിലുള്ളവരോട് നമ്മൾ കരുണയോടെ പെരുമാറിയാൽ ആകാശത്തിലുള്ളവൻ ആരാണ്? അള്ളാഹുവാണ്. അള്ളാഹു നമ്മളോട് കാരുണ്യത്തോടു കൂടി പെരുമാറുന്നതാണ്. അതുപോലെ തന്നെ എട്ടാമത്തെ ഇബ്ലീസിൻ്റെ ശത്രു തായിബുൻ സാബിതുൻ അലാ തൗബതിഹി, തൗബ ചെയ്ത മനുഷ്യൻ. തൗബ ചെയ്താൽ മാത്രം പോരാ, ആ തൗബ ചെയ്തിട്ട് ആ തൗബയിൽ തന്നെ ഉറച്ചു നിന്നുകൊണ്ട് എന്ത് ചെയ്യുക, ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക. അങ്ങനത്തെ ആൾ ഇബ്ലീസിൻ്റെ വലിയ ശത്രുവാണ്. അല്ല നമ്മളൊക്കെ ചെയ്യണമാതിരി കാക്കത്തോബ ചെയ്യുകയാണെങ്കിലോ, എന്താ കാക്കത്തോബ എന്ന് പറഞ്ഞാൽ, നമ്മൾ തെറ്റ് ചെയ്യും, എന്നിട്ട് എന്ത് ചെയ്യും, തോബ ചെയ്യും, പിന്നെ അവസരം കിട്ടിയാൽ വീണ്ടും ചെയ്യും, തെറ്റ് ചെയ്യും. കാക്ക അങ്ങനെയാണ്. നല്ല നജസ് കണ്ട മൂപ്പരെന്ത് ചെയ്യും, ഒന്ന് കൊക്കിട്ട് കോരി ഇളക്കിയിട്ട് പിന്നെ അതിനോട് ചടപ്പ് വന്ന് കഴിഞ്ഞാൽ മരക്കൊമ്പുമ്പോൾ പോയിരുന്നിട്ട് എന്ത് ചെയ്യും, ഇനി തിന്നൂല എൻ്റെ ആ ചുണ്ടൊക്കെ വെച്ച് വരുതും. പക്ഷേ വീണ്ടും ഒരു ഫ്രഷ് സാധനം കണ്ട മൂപ്പരെന്ത് ചെയ്യും, അതിൽ പോയിട്ട് വീണ്ടും തലയിടും. ഇതാണ് കാക്കയുടെ തൗബ. എന്ന പോലെയുള്ള തൗബ ചെയ്യുന്ന ആളുകൾ ഇബ്ലീസിന് വലിയ ഇഷ്ടമാണ്. അതേ സ്ഥാനത്ത് തൗബ ചെയ്താൽ എന്താണ്, ഇനി ഒരിക്കലും തെറ്റിലേക്ക് പോവുകയില്ല എന്ന ദൃഢനിശ്ചയമാണ് തൗബ എന്ന് പറയുന്നത്. അങ്ങനെ ആ നിശ്ചയത്തിൽ ഉറച്ചു നിൽക്കുന്ന വ്യക്തി ഇബ്ലീസിൻ്റെ ശത്രുവാൻ. മാത്രമല്ല ഒമ്പതാമത്തത് മുതവര്യോൻ അനിൽ ഹറാം, ഹറാമിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന ആൾ. ഹറാമിനെ ഏത് ജീവിതത്തിലായാലും കുടുംബപരമായ വിഷയത്തിലായാലും ഹറാം എന്ന് പറയുന്നൊരു സംഗതി കൂടിച്ചേരാനുള്ള സാധ്യതകളെ സൂക്ഷ്മ നിരീക്ഷണം നടത്തിയിട്ട് മുന്നോട്ട് പോകുന്ന ആളുകൾ, മഹാന്മാരാകുന്ന ആളുകൾക്കൊരു സ്വഭാവം ഉണ്ടായിരുന്നു. എന്ത്? തെറുക്കുൽ വുഖൂഇ തെറുക്കുശുബുഹാത്തി ഖൗഫുൽ വുഖൂഇ ഫിൽ ഹറാം. ഹറാമിൽ സംഭവിക്കുമോ, ഹറാമ് പൊട്ടുപോകുമോ എന്ന് പേടിച്ചിട്ട് ഹലാലാണോ ഹറാമാണോ എന്ന് സംശയമുള്ള സംഗതിയെപ്പോലും ഒഴിവാക്കുന്നത്. ഹദീസ് ഇങ്ങനെ ശങ്കിച്ച് നിന്ന് മറ്റൊന്നല്ല, മദ്രസയിൽ 9ാം ക്ലാസ്സിൽ നിന്ന് പഠിച്ചതാണ്. വറൈൻ്റെ താരീഫ് പഠിച്ചത് തെറുക്കു ശുബ്ഹാത്തി ഖൗഫുൽ വഖൂഇ ഫിൽ ഹറാം. അത് എടുത്തിട്ടുണ്ടെങ്കിൽ പടച്ചോനെ ഹറാമായി പോവോ, എന്നാൽ ഹറാമാണെന്ന് ഉറപ്പുണ്ടോ? ഇല്ല, ഒരു ഡൗട്ടേ ഉള്ളൂ. എന്നാൽ പോലും അതിനെ ഒഴിവാക്കുക എന്നത്
വലിയൊരു സംഭവമാണ്. അതുകൊണ്ട് തന്നെ ഇബ്ലീസിൻ്റെ ശത്രുക്കളിൽ ഹറാമിനെ സൂക്ഷിക്കുന്ന ആളുകൾ ഇബ്ലീസിൻ്റെ ശത്രുക്കളിൽ 10ാം സ്ഥാനത്ത് നിൽക്കുന്നവരാണ്. അള്ളാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, ഇനിയൊരു 5 കൂടി പറയാനുണ്ട്. അത് നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ആഴ്ചയിൽ അള്ളാഹു തൗഫീക്ക് ചെയ്താൽ ബാക്കി പറയാം. അപ്പം നമ്മൾ ഈ പിശാചിനോട് ശത്രുത വെച്ചുകൊണ്ട് ഒരിക്കലും തന്നെ വഞ്ചനയില്ലാതെ അഹങ്കാരമില്ലാതെ നമ്മൾ എന്ത് ചെയ്യാം, അതുപോലെ തന്നെ കടബാധ്യതകളും ബാക്കിയില്ലാതെ, എങ്ങനെ കടബാധ്യതകളും ബാക്കിയില്ലാതെ നമുക്കെന്ത് ചെയ്യണം, ജീവിച്ച് മരിക്കണം. മരിക്കുന്ന സമയത്തൊരു ബാധ്യതയും നമ്മിൽ അവശേഷിക്കാൻ പാടില്ല. അതുകൊണ്ടാണല്ലോ ഈ ഹബീബായ റസൂലുള്ളാഹിൻ്റെ അടുക്കൽ ഒരു സഹാബി വന്നിട്ട് ചോദിച്ചു, ഞാൻ ഷഹീദായി കഴിഞ്ഞാൽ എൻ്റെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടുമോ? അതെ എന്ന് പറഞ്ഞു. അദ്ദേഹം സന്തോഷത്തോടെ പോവാനൊരുങ്ങുമ്പോൾ കൈകൊട്ടി വിളിച്ചിട്ട് പറഞ്ഞു, ഇല്ല ദൈന, കടം അത് വീട്ടിയേ പറ്റൂ എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സ്വഹാബിയോട് പറഞ്ഞു. അതുപോലെ തന്നെ 3 കാര്യങ്ങൾ നമ്മൾ മരിക്കുന്ന സമയത്ത് 3 സംഗതികളിൽ നിന്ന് നമ്മൾ രക്ഷപ്പെട്ടവരാണെങ്കിൽ ദഖലൽ ജന്ന, അവൻ എവിടെയാണ്? അവൻ സ്വർഗത്തിലാണ്. ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറയാൻ, മിൻ 3 കാര്യങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടുകൊണ്ടാണ് അവൻ മരിക്കുന്നതെങ്കിൽ അവൻ സ്വർഗത്തിലാണ്. ഏതാണ് ആ 3 കാര്യങ്ങൾ? ഒന്നാമത്തത് കിബറാണ്, അഹങ്കാരമാണ്. രണ്ടാമത്തത് വൽഗുലൂൽ, വഞ്ചന. ഒരു മനുഷ്യനെ എങ്ങനെയൊക്കെ നേരാക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ നേരാക്കുന്നത്. അങ്ങനെയാണല്ലോ. ചിലപ്പോൾ കടം വാങ്ങിയിട്ട് എന്ത് ചെയ്യും, പ്രയാസം ഉണ്ടാകുമ്പോൾ പ്രയാസത്തെ അറിയിക്കലൊക്കെ സാധാരണ നമുക്ക് എടുക്കട്ടോ തരട്ടോ എന്നൊക്കെ പറയാം. പക്ഷെ ചില ആളുകൾ ഇങ്ങനെ തന്നെ ജീവിക്കാൻ ഒരുങ്ങി നടക്കണവരുണ്ടാവും. കാരണം ഞാനത് പറയാൻ കാരണം എന്താണെന്നറിയോ, നമ്മളടുത്ത് ഇങ്ങനെ ഓരോ ആളുകൾ വരുമ്പോൾ ഉസ്താദ് ഒരു 10 ലക്ഷം അവിടെ കുടുങ്ങിക്കണം, 2 ലക്ഷം ഇവിടെ കുടുങ്ങിക്കണം, അതിൻ്റെ അടുത്ത് ചികിത്സ ഇല്ല എന്നാണ് പറയല. കാരണം എന്താണെന്നറിയാം, കാരണം കൊടുക്കാനുള്ള മനസ്സ് നമുക്ക് വേണ്ടേ. അപ്പോൾ കടം എന്ന് പറയുന്നത്, വഞ്ചന എന്ന് പറയുന്നത്, ഇതൊക്കെ വലിയ പ്രയാസമാണ്. അഹങ്കാരം എന്ന് പറയുന്നത്, അതുപോലെ തന്നെ വഞ്ചന. മൂന്നാമതായി ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, മരിക്കുന്ന സമയത്ത് നമ്മൾ രക്ഷപ്പെടേണ്ട 3 സംഗതികളിൽ ഒന്നാമത്തത് അഹങ്കാരവും, രണ്ടാമത്തത് വഞ്ചനയും, മൂന്നാമത്തത് ദൈൻ അഥവാ കടം. ഈ 3 സംഗതിയിൽ നിന്നും രക്ഷപ്പെട്ട നിലക്കാണ് നമ്മൾ മരിക്കുന്നതെങ്കിൽ ദഖലൽ ജന്ന, അവൻ സ്വർഗത്തിലാണ്. അള്ളാഹു നമുക്ക് ഭാഗ്യം തന്ന് അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പിശാചിൻ്റെ ശത്രുവാവുക. പിശാചിൻ്റെ കൂട്ടുകാരെ പറ്റി നമുക്ക് സമയം ഉണ്ടാകുമ്പോൾ പറയാം. പിശാചിൻ്റെ കൂട്ടുകാരാവാതെ അവൻ്റെ ശത്രുവായി ജീവിക്കാനും അതുപോലെ അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കാനും നമുക്കെല്ലാവർക്കും അള്ളാഹു ഭാഗ്യം തരട്ടെ. ഇൻഷാ അല്ലാഹ് ഞാൻ കഴിഞ്ഞ ആഴ്ച സൂചിപ്പിച്ചതുപോലെ നമ്മുടെ മുക്രി ഉസ്താദിൻ്റെ കുട്ടിയുടെ ചികിത്സയിലേക്ക് നിങ്ങളുടെ കഴിവിൻ്റെ പരമാവധി ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ കയ്യിലുള്ളതിൽ നല്ലൊരു സംഖ്യ തരും അള്ളാഹു സ്വീകരിക്കട്ടെ. ബിഫളലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം 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 സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. الحمد لله رب العالمين الذي جعلنا من أمة محمد صلى الله عليه وسلم حمدا يوافي نعمه ويكافئ مزيدا. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. أرحم الرحمن يا الملك الجبار يا രാജാതി രാജനായ അള്ളാഹുവെ, ഞങ്ങൾ പറഞ്ഞതും കേട്ടതൊക്കെ നീ സ്വീകരിക്കണേ റഹ്മാനെ. അള്ളാഹുവെ, പരിശുദ്ധമായ മജ്ലിസിൽ വെച്ചുകൊണ്ട് ഞങ്ങൾ പറഞ്ഞതൊക്കെ സ്വീകരിക്കണേ അല്ലാ. ഞങ്ങൾ ചെയ്ത സദഖകൾ നീ സ്വീകരിക്കണം റഹ്മാനെ. ഞങ്ങളെ സമ്പത്തിലൊക്കെ നീ ബറക്കത്ത് നൽകണേ അല്ലാ. ബറക്കത്തിൻ്റെ കവാടം ഞങ്ങളെ സമ്പത്തിലും ഞങ്ങളെ സന്താനങ്ങളിലും ഞങ്ങളെ കുടുംബങ്ങളിലും ഞങ്ങളെ ജോലികളിലുമൊക്കെ നീ തുറന്നു നൽകണേ അല്ലാ. അള്ളാഹുവെ, ഞങ്ങൾ ചെയ്യുന്ന ജോലികളിലൊക്കെ ബറക്കത്ത് നൽകണം റഹ്മാനെ. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് ഖൈർ പ്രദാനം ചെയ്യണേ അല്ലാ. ജോലിയില്ലാതെ പ്രയാസപ്പെടുന്നവർക്ക് അനുയോജ്യമായ അവസരം നൽകണം റഹ്മാനെ. അള്ളാഹുവെ, കടലിലേക്ക് അന്നം
തേടി പോകുന്നവർക്ക് അല്ലാഹുവേ റിസ്ഖിൻ്റെ വാതിലൊക്കെ തുറക്കണം റഹ്മാനെ. പ്രയാസപ്പെടുത്തല്ല റഹ്മാനെ. ഒരു നേരത്തെ അന്നത്തിന് പോലും പ്രയാസപ്പെട്ടുകൊണ്ട് അതെല്ലാം ഉള്ളിലൊതുക്കി മുന്നോട്ട് പോകുന്ന ആളുകളുണ്ട്. അല്ലാഹുവേ നീ പരിഹരിക്കണം റഹ്മാനെ. പ്രയാസങ്ങൾ വരുത്താതെ ഞങ്ങളെ കാക്കണം റബ്ബേ. അല്ലാഹുവേ ഞങ്ങളെ മഹല്ലത്തിൽ ഖൈർ പ്രദാനം ചെയ്യണം റഹ്മാനെ. ദീനിയായ പുരോഗതികൾ നൽകണേ അല്ലാ. അല്ലാഹുവേ അടുത്ത് വഫാത്തായ ശൈഖുനാ മാണിയൂർ ഉസ്താദ് അല്ലാഹുവേ പാരത്രിക ദറജ ഉയർത്തണം റഹ്മാനെ. അതുപോലെ ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞു പോയ, ഞങ്ങളോട് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്ത ആരെല്ലാം ഉണ്ടോ അവരുടെയൊക്കെ പാരത്രിക ദറജകൾ ഉയർത്തണം റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങളോട് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവർക്ക് ഖൈർ പ്രദാനം ചെയ്യണേ റഹ്മാനെ. അവരുടെ മുറാദുകളൊക്കെ നീ ഹാസിലാക്കണേ അല്ലാ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് അല്ലാഹുവേ ശിഫയും സലാമത്തും നൽകണേ റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങൾ മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ പറഞ്ഞ് സന്തോഷത്തോടെ മരിക്കാനുള്ള ഭാഗ്യം അല്ലാഹുവേ ഞങ്ങൾക്കൊക്കെ നീ നസീബാക്കണം റഹ്മാനെ. ഞങ്ങളെ രോഗങ്ങൾക്ക് ശിഫ നൽകണേ അല്ലാഹ്. അല്ലാഹുവേ ശാരീരികമായ ബുദ്ധിമുട്ടുകൾക്കപ്പുറം സിഹറ് കൊണ്ട്, ശൈത്താനിയത്ത് കൊണ്ട്, കണ്ണേറ് കൊണ്ട്, ശത്രുദോഷം കൊണ്ടൊക്കെ പ്രയാസപ്പെടുന്ന എത്രയോ ആളുകളുണ്ട് അല്ലാഹുവേ. അവരൊക്കെ നീ കാക്കണം റഹ്മാനെ. സർവവും നീ ബാത്തിലാക്കണേ റഹ്മാനെ. സർവവും നീ ബാത്തിലാക്കണേ റഹ്മാനെ. ഗഫൂർ റഹീമായ റബ്ബേ മാരക രോഗങ്ങളൊന്നും ഞങ്ങൾക്ക് തരല്ല അല്ലാ. അല്ലാഹുവേ ക്യാൻസർ നൽകല്ല അല്ലാ. ട്യൂമർ നൽകല്ല അല്ലാ. ഹാർട്ട് സംബന്ധമായ, കിഡ്നി സംബന്ധമായ രോഗങ്ങൾ തരല്ല റഹ്മാനെ. ഞങ്ങൾക്കെല്ലാവർക്കും നിൻ്റെ തിരുനോട്ടം നൽകണേ അല്ലാ. ഞങ്ങളെ കബൂലാക്കണം റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങളെ മാതാപിതാക്കൾക്ക് ആഫിയത്ത് നൽകണേ അല്ലാ. അല്ലാഹുവേ രോഗങ്ങൾക്കൊക്കെ ശിഫ നൽകണേ അല്ലാ. ഈ വിനീതൻ്റെ പിതാവ് കാലിനൊരു പ്രയാസം വന്നുകൊണ്ട് പ്ലാസ്റ്ററിട്ട് വീട്ടിൽ റെസ്റ്റിലാണ്. സലാമത്ത് നൽകണം റഹ്മാനെ. ഷാഫിയായ കാഫിയായ റബ്ബെ ശിഫ നൽകണേ റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങളെ ഏറ്റെടുക്കണം റബ്ബെ. അല്ലാഹുവേ ഞങ്ങളെ പ്രിയ സുഹൃത്തിൻ്റെ കുട്ടിയുടെ അസുഖം ശിഫയായി എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചു വരാനുള്ള ഭാഗ്യം നൽകണേ റബ്ബേ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ ബിഫളലി സല്ലല്ലാഹു അലാ മുഹമ്മദ്